എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു മിൽക്ക് ബണ്ണിൻ്റെ റെസിപ്പി നോക്കാം. ഈ ഒരു ബണ്ണിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നല്ല പഞ്ഞി പോലുള്ളതാണ്. അതുപോലെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഒരു പെർഫെക്റ്റ് റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ബണ്ണ് നമുക്ക് ചായയുടെ കൂടെയും അതുപോലെ തന്നെ കറികളുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണാണ്. ഇത് മധുരം കൂട്ടിയും കുറച്ച് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓവനില്ലാതെയും ഈ ഒരു ബണ്ണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അധികം താമസിയാതെ നല്ല പഞ്ഞി പോലുള്ള ഈ ഒരു മിൽക്ക് ബണ്ണ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് ബൺ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ 2 കപ്പ് മൈദയാണ് വേണ്ടത്. 2 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ 250 ഗ്രാം മൈദയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങൾക്ക് 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഉപ്പും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 120 മില്ലി പാലാണ് 1/2 കപ്പ്. ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. പഞ്ചസാര കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര 1/2 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വലിയ തരികളുള്ള ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 8 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ചെറിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ 1 മുട്ട മതിയാകും. അപ്പോൾ ഈ മുട്ടയും പാലും ഈസ്റ്റും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മൈദയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പാലിലേക്ക് ഇനി മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദയും ഉപ്പും കൂടെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ആദ്യം ഒരു തടിത്തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് കുഴയ്ക്കാമല്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് ബ്ലെൻഡറിൽ നമ്മൾ മാവ് കുഴയ്ക്കുന്ന ആ ഒരു ബ്ലേഡ് ഇട്ടിട്ട് കുഴയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പ്രോസസ്സറിൽ കുഴയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാൻഡ് മിക്സറിലും കുഴയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവം എന്ന് പറഞ്ഞാൽ ഒരുപാടങ്ങ് കട്ടിയുമല്ല ഒരുപാടങ്ങ് ലൂസുമല്ല, എന്നാൽ കുറച്ച് അയഞ്ഞൊരു മാവാണ്. അപ്പോൾ നമ്മളിത് കൗണ്ടർ ടോപ്പിന് മേലെയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. 15 മിനിറ്റാണ് നമ്മളിത് കുഴക്കേണ്ടത്. കൈ വെച്ചിട്ടായാലും സ്റ്റാൻഡ് മിക്സറിലായാലും 15 മിനിറ്റ് വേണം. അപ്പോൾ ആ ഒരു സമയം കറക്റ്റായിട്ട് നിങ്ങൾ കുഴയ്ക്കുക. അപ്പോൾ ഒരു 7 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ എന്ന് പറയുമ്പോൾ 3 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ, അതായത് റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ബട്ടറും പാലും ഒക്കെ ചേരുമ്പം ഈ ഒരു ബണ്ണിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് ലൂസായിട്ടാണ് ഈ മാവ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുഴയ്ക്കുന്ന സമയത്ത് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് കുഴയ്ക്കാവുന്നതാണ്. പക്ഷേ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഹാർഡായി പോകരുത്. ഇതുപോലെ നല്ല പഞ്ഞി പോലുള്ളൊരു മാവാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ നമ്മൾ 15 മിനിറ്റ് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കൈവച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സ്ട്രെച്ചായിട്ട് വരണം. അതാണ് ആ ഒരു മാവിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൗണ്ടാക്കിയതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഈ ഒരു മാവൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ വളരെ പെട്ടെന്ന് 1 മണിക്കൂറിനുള്ളിൽ ഇത് ഡബിളായി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 2 മണിക്കൂർ വരെ എടുക്കാം. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയതിനു ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു നനഞ്ഞ ടവൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് ഇതിലേക്ക് എയർ കടക്കാത്ത രീതിയിൽ കവർ ചെയ്യണം. കുറച്ച് ചൂടുള്ള സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമുക്കിത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് ഇപ്പോൾ ഡബിളായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ബണ്ണിൻ്റെ ഷേപ്പിലാക്കി മാറ്റാം. അപ്പോൾ നമ്മളിത് അതിൻ്റെ എയർ ബബിൾസ് റിലീസാക്കുന്നതിന് മുൻപ് ഇതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഒന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിതിന് മുകളിലായിട്ട് കുറച്ച് പൊടിയൊന്ന് തൂവിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാൻ പോവാണ്.
ഇപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ബ്രെഡും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ബ്രെഡാണെങ്കിൽ നമ്മളിതിന് മുൻപ് ബ്രെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് റൗണ്ടാക്കി നല്ലൊരു ഈവൻ ഷേപ്പിൽ ഇതൊന്നാക്കിയതിന് ശേഷം നമുക്കിത് കുറേശ്ശെയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള റൗണ്ടാക്കി മാറ്റുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് കറക്റ്റായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒന്ന് നീളത്തിലാക്കി കൊടുത്തതിന് ശേഷമാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ 7 വലിയ ബണ്ണിന് വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസിൽ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. ഇനി ഇതിൽ ഓരോന്നും എടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. ഉരുളകളാക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്നൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കറക്റ്റ് ടെക്സ്ചറിൽ അതിൻ്റെ ഉൾഭാഗം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ആദ്യം ഉരുട്ടുക, ഒന്ന് പരത്തുക, അതിനുശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഉരുട്ടി അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. കൈവച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് സ്മൂത്തായിട്ട്, ഒരുപാട് ബലം പ്രയോഗിക്കരുത്, നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി എല്ലാം നമ്മളിതുപോലെ ഉരുട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അപ്പോഴാണ് കറക്റ്റ് ഷേപ്പിൽ ഈ ഒരു ബണ്ണ് നന്നായിട്ട് കിട്ടുക. അപ്പോൾ ഈ ഒരു ബണ്ണ് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്കൊരു കേക്കിൻ്റെ ട്രേ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ലൈൻ ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കേണ്ടത് അതിൽ വെക്കുക. ഇപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് നിരത്താനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പം ഇതൊന്നുകൂടെ ഒന്ന് വലുതാകും. അപ്പോൾ നമുക്കെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ച് ഒരുപാടങ്ങ് തിങ്ങി നിറഞ്ഞ് ഇരിക്കും. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഇതിനി ഒന്ന് കവർ ചെയ്തതിന് ശേഷം വീണ്ടും 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വലുതായി കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഇനി ഫോയിലില്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറുതായിട്ട് നനഞ്ഞ തുണി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇനി ഇതുകൂടെ ഒന്ന് നമുക്ക് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഇവിടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് വലുതായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഒരു മുട്ടയൊന്ന് അടിച്ചതിന് ശേഷം അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മുട്ട നിങ്ങൾ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകരം പാലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് മുട്ട ഇല്ലാതെയും ഈ ഒരു ബണ്ണ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് മുഴുവനും നമുക്കൊന്ന് ഈ ഒരു എഗ്ഗ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ബേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. 175 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ 20 മിനിറ്റാണ് നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ OTG ഓവനാണ് ഞാൻ എടുക്കുന്നത്. 2 കോയിലും ഹീറ്റാക്കിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നോക്കാം. നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 30 മുതൽ 40 മിനിറ്റ് വരെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരും. സാധാരണ കേക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മൾ കുക്കറിൽ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബണ്ണൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് മുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓവൻ്റെ ഉള്ളിൽ നിന്നും എടുത്ത പാടെ തന്നെ നമ്മളിതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു ബണ്ണ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഈ ഒരു ബണ്ണ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ബണ്ണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഓവൻ ഇല്ലാതെയും ഓവനിലും തയ്യാറാക്കി എടുക്കാം. സാധാരണ നമ്മൾ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഓവൻ ഇല്ലാതെ ചെയ്യേണ്ടത്. പ്രഷർ കുക്കർ മെത്തേഡിലോ അല്ലാന്നുണ്ടെങ്കിൽ സോസ് പാൻ മെത്തേഡിലോ നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി തട്ടിലും ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ളൊരു അടിപൊളി ബണ്ണാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്